വേറൊരു കോർഡിനേറ്റർ പോയി കണ്ടു ഈ പുള്ളി അറിയാണ്ട്. എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ഞാൻ സ്റ്റാറൊക്കെ ചെയ്യും, സിനിമാടന്മാരെ അനുകരിക്കും, അപ്പോൾ ചേട്ടൻ്റെ ട്രൂപ്പിൽ ചാൻസ് വേണം പറഞ്ഞ് ഇങ്ങനെയൊന്നും അനുകരിച്ച് കാണിക്കും. ഞാനപ്പോൾ എൻ്റെ ഉള്ള എല്ലാ സകല സിനിമാടന്മാരെ അനുകരിച്ച് കാണിച്ചു. പുള്ളി പറഞ്ഞ് നിനക്ക് അവസരം തരാം, പക്ഷെ നീ വേദി കയറി അവതരിപ്പിക്കുമ്പോൾ തൊട്ട് മുമ്പ് ഒരിക്കലും നീ സിനിമാടന്മാരെ അനുകരിക്കാമെന്ന് പറയരുത്, നിൻ്റെ ശബ്ദത്തിൽ പറയാമെന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി, അപ്പോൾ എനിക്ക് പിന്നെ തല്ല് കിട്ടില്ല. അപ്പോൾ അതോടെ എനിക്ക് മനസ്സിലായി എനിക്കുള്ള കഴിവെന്താണ്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ ശരിക്കും പരിശ്രമിച്ച് ഒരു മിമിക്രിയൊക്കെ പഠിച്ചെടുത്ത്. പക്ഷെ അപ്പോഴും എനിക്ക് നാട്ടിൽ ചിഞ്ഞു പരിപാടികൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു ഗൾഫ് ഷോ ചെയ്യണം, വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്താലേ ഫേമസ് ആകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വിദേശ രാജ്യങ്ങളിൽ മാത്രം പരിപാടി പിടിക്കുന്ന ഒരാളെ പോയി കണ്ട് ഞാൻ പറഞ്ഞ് ഏജൻറ്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒരു അവസരം വേണം. പുള്ളിക്ക് ചെറിയ കുപ്പയൊക്കെ വാങ്ങിച്ചു കൊടുത്ത പുള്ളി ഓക്കെ പറഞ്ഞു. കുറച്ച് ദിവസം ഞാൻ പുള്ളിനെ വിളിച്ച്, മിൽവിൻ ഒരു പ്രോഗ്രാം ഉണ്ട്, വിദേശമാണ്, ഇവിടെ നിന്ന് വെച്ചപ്പോൾ ചൈനയിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു മടുപ്പായി. ഞാൻ ചൈനയിലൊക്കെ പ്രോഗ്രാമിന് പോലെ എൻ്റെ കൂട്ടാകുമ്പോൾ ഞാൻ പോകണം. നമ്മൾ അവിടുത്തെ സ്പോൺസർമാരും ചൈനക്കാരായിരിക്കും. നമ്മൾ അവിടെ പോയി പരിപാടി തെപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പേയ്മെൻറ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ ഇവല്ലേ ഏതാണ് ആ സ്പോൺസർ, എല്ലാത്തിനും ഒരേ മുഖമല്ലേ, ആദ്യം കാണിച്ച നാളെ കണ്ടുപിടിക്കാൻ പണിയാണ്. അപ്പോൾ അങ്ങനെ എങ്കിലും ഞാൻ പോയി, കാരണം എനിക്ക് എൻ്റെ ലക്ഷ്യമുണ്ട്. ഞാനങ്ങനെ മിമിക്രി അതിനെ ചെന്ന് വളരെ പ്രതീക്ഷയോടെ നല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ ചെന്ന് സ്റ്റേജിൽ കയറി പണിവാളിയത്. സാധാരണ നമ്മളെ വിദേശത്ത് പരിപാടി കൊണ്ടുവന്നത് അടുത്ത വിദേശ മലയാളികളും പരിപാടി തെപ്പിക്കാനേ. അവിടെ ചെന്നപ്പോൾ കംപ്ലീറ്റ് ഓടിയെന്ന് ചൈനക്കാർ. ഞാൻ പെട്ടുപോയി, ഞാൻ എന്ത് കാണിക്കുന്നത് അറിയില്ല. ഞാൻ ആ ദിവസം കണ്ണു അടച്ചിട്ട് ഞാൻ പ്രിപ്പയർ സാധനമായിട്ട് കാണിച്ച് മമ്മൂക്ക മോഹൻലാൽ അങ്ങനെ കാണിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ താറാങ്കൂടിലായിട്ട് പട്ടി കയറി പോലത്തെ സൗണ്ട്. ഞാൻ നോക്കുമ്പോൾ ചൈന മൊത്തം ഇളകിയിരിക്കണേ. ചൈനക്കാർ മൊത്തം സ്റ്റേജിൽ നോക്കി എന്തൊക്കെയോ പറഞ്ഞേ. ചൈനീസ് ഭാഷ എനിക്കറിയില്ലെങ്കിലും പറയണത് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം അവിടെ ചൈനീസ് ഭാഷ അറിയുന്നത് മലയാളിയോട് ചോദിച്ചു, എന്താണ് അവർ പറയണത്. അപ്പം അവർ പറയണത് അവർക്ക് നീ കാണിച്ചെന്ന് മനസ്സിലായി. അവർ പറഞ്ഞത് അവരുടെ നടന്മാരെ ചുംഷുൻ്റെയും ചുംകിഷിൻ്റെയും ഒക്കെ സൗണ്ട് എടുക്കാനാണ് പറഞ്ഞത്. ഇത് ആരാന്നുപോലും എനിക്കറിയാൻ പാടില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ അവരെ ഒന്നും അവതരിപ്പിക്കില്ല, ഒരു കാര്യം ചെയ്യാം, ചൈനയിലെ ഒരു ഒളിമ്പിക് സ്പോർട്സ്മാൻ ഉണ്ട് ലിലു ഷാൻ, പുള്ളിനെ അനുകരിക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഒറ്റ ഓട്ടം കൊണ്ട് ഓടി. പിന്നെ നേരെ പോയിട്ട് ഇന്ത്യയിൽ പോയി നിന്നു. അങ്ങനെ അതോടെ വിദേശ രാജ്യത്ത് പരിപാടി തെപ്പിക്കണം എന്ന എൻ്റെ മോഹം ഞാൻ മാറ്റിവെച്ചു. അപ്പോഴും എൻ്റെ സിനിമാ മോഹം ഞാൻ കളഞ്ഞില്ല. ഞാൻ സിനിമയിൽ ചാൻസ് കണ്ടായിരുന്നു, പല സംവിധാനന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു ചെറിയ സംവിധാനം കണ്ട് ആദ്യം 1-2 സിനിമകൾ മാത്രം ചെയ്ത് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ അഭിനയം പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ട് പറഞ്ഞു, സുഹൃത്തേ, താങ്കളുടെ അഭിനയം കണ്ടിട്ട് എനിക്ക് തോന്നിയത് താങ്കൾ എന്നെപ്പോലൊരു ചെറിയ സംവിധാനൻ്റെ പടത്തിൽ ചെറിയൊരു വേഷവും ചെയ്ത് ഒരു 5-6 സീനൊക്കെ അഭിനയിച്ച് പോകേണ്ട ഒരാളല്ല. താങ്കൾ ഇതിലും വലിയ ലെവലിൽ ചെയ്യേണ്ട ആളാണ്, എന്തിനും വ്യത്യസ്തമായിട്ടുള്ള ചെയ്യേണ്ട ആളാണ്. അതുകൊണ്ട് താങ്കൾ ഇതിലും വ്യത്യസ്തമായ നല്ല വേഷങ്ങൾ മാത്രം ശ്രമിക്കുക. ഇതെനിക്ക് ശരിക്കും അങ്ങോട്ട് ഉണ്ട്. ഞാനിപ്പോൾ വലിയ സംഭവമാണ്, വലിയൊരു കഴിവുണ്ട്. അങ്ങനെ ഞാൻ വേറൊരു കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനം ഇപ്പോൾ കണ്ട്. ഒരുപാട് സിനിമകൾ, അത്യാവശ്യം കുറേ സിനിമകൾ ചെയ്ത് ഹിറ്റൊക്കെ അടിച്ചൊരു സംവിധാനം ഞാൻ വിളിച്ചിട്ട് കണ്ട്. പുള്ളിയുടെ മുമ്പിൽ എൻ്റെ അഭിനയം കാഴ്ച വെച്ചു. പുള്ളി എപ്പോഴും പറഞ്ഞു, മിൽബിൻ, താങ്കൾക്ക് വേണമെങ്കിൽ എൻ്റെ പടത്തിൽ ചിലപ്പോൾ നായകൻ്റെ കൂട്ടുകാരനായിട്ട് സഹോദരനായിട്ട് റോൾ തരാം, അതൊക്കെ ചെയ്ത് ചിലപ്പോൾ ത്രൂ ഔട്ട് റോൾ ഉണ്ടാവും, അതൊക്കെ ചെയ്ത് പോകേണ്ട. പക്ഷേ അങ്ങനെ ചെയ്ത് പോകേണ്ട ഒരാളല്ല താങ്കൾ ഇതിലും വലിയ ലെവലെത്തേണ്ട ആളാണ്. താങ്കൾ വേറെ നിങ്ങൾക്ക് അങ്ങനൊരു കഴിവുള്ളതാണ്, വ്യത്യസ്തമാണെന്ന് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് താൻ ഇതിലും വലിയൊരു റോൾ അന്വേഷിക്കുക.